Welcome to Freitan Kitchen. Hi friends, Assalamu alaikum. ഞാൻ ഇന്നിവിടെ ചക്ക വെച്ചിട്ട് ഒരു പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. നല്ല പഴുത്ത ചക്കച്ചുള, ഏലക്കാപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, കോൺഫ്ലോറും മിൽക്ക് പൗഡറും, ചവ്വരി വേവിച്ചെടുത്തത്, 1/2 ലിറ്റർ പാല്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കച്ചുള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 6-7 ചക്കച്ചുളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചക്ക പീസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി ഇതിൽ മെൽറ്റായി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ചൂടായ ശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് തിളച്ച ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ പാല് തിളക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 50 ഗ്രാം ചവ്വരിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചക്ക പീസ് ചേർത്ത് കൊടുക്കാം. പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. കട്ട കെട്ടാതെ നമുക്ക് ഇത് നന്നായി ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറും മിൽക്ക് പൗഡറും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പുഡിങ് നല്ല ടൈറ്റായി വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചക്ക പീസ് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ നന്നായി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പുഡിംഗ് നന്നായി സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആ പീസ് തന്നെ ഇതിന്റെ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു മാത്രം. കുറച്ച് നട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണിത്. അപ്പൊ വീണ്ടും പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.